ശങ്കറിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഒരു അനുഭവം നമ്മൾ നോക്കുക. ശങ്കർ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 52 കൊട്ടാരക്കരയിൽ പരാജയപ്പെട്ടു. കേരളം ഉണ്ടാകുന്നതിന് മുമ്പാണേ. 54 അദ്ദേഹം കൊല്ലത്ത് മത്സരിച്ച് തോറ്റു. SNDPയുടെ ശക്തി കേന്ദ്രത്തിൽ തോറ്റു. പിന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നത് 60 കണ്ണൂരിൽ നിന്ന് വിജയിച്ചിട്ടാണ്. കണ്ണൂർ മണ്ഡലത്തിൽ അന്നും ഇന്നും മുസ്ലിങ്ങളാണ് വോട്ടർമാർ കൂടുതൽ. വലിയ ശക്തി കേന്ദ്രമാണ് കണ്ണൂർ മണ്ഡലം. അപ്പോൾ 60 കണ്ണൂരിൽ നിന്ന് ജയിച്ചതുകൊണ്ടാണ് ശങ്കർ 62 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. പിന്നീട് അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നൊക്കെ പുറത്തായി ഉള്ള തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് തെക്കൻ ജില്ലകളിൽ മത്സരിച്ച് തോൽക്കുകയാണ് ചെയ്തത്. ആറ്റിങ്ങൽ മത്സരിച്ച് പരാജയപ്പെട്ടു, ചിറയൻകീഴിൽ മത്സരിച്ചും പരാജയപ്പെട്ടു. അതായത് ഒരു ഈഴവൻ മുഖ്യമന്ത്രിയായത്, വെള്ളാപ്പള്ളി നടേശന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഈഴവൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുന്നത് മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടാണ്. എന്നിട്ട് ഇതേ ഈഴവനെ മുഖ്യമന്ത്രി ആയതിനു ശേഷം തോൽപ്പിക്കുകയും ചെയ്തു. ആറ്റിങ്ങലിലും ചിറയൻകീഴിലും തോൽപ്പിച്ചു.